കഥാനായകനായ പരമിന്റെ അച്ഛനാണെങ്കിലോ അത്യാവശ്യം നല്ല കാശൊക്കെയുള്ള ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കാശ് ഉപയോഗിച്ച് പരം ഒരുപാട് ബിസിനസ് ചെയ്യും. പക്ഷെ അതെല്ലാം പൊട്ടിപ്പോകും. അച്ഛൻ അത് കാരണം ഒരുപാട് നഷ്ടമായി. അവസാനം താൻ ഇങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാതെ ആരെങ്കിലും ചെയ്യുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അവൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഒരാൾ അവന്റെ അടുത്തേക്ക് ഒരു ഡേറ്റിംഗ് ആപ്പും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും. ആ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ സ്വന്തം സോൾമേറ്റിനെ ആപ്പ് വഴി കണ്ടെത്തുവാനും കഴിയും. അങ്ങനെ കണ്ടെത്തുന്നത് യഥാർത്ഥ ജീവിത പങ്കാളി ആയിരിക്കുമെന്നും ആ ഡെവലപ്പ് ചെയ്ത ആൾ പറയുന്നു. പരമാണെങ്കിൽ ഈ ഒരു കാര്യം അച്ഛനോട് പറയും. 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ അവനോട് പറയുന്നത് ആ ഒരു ആപ്പ് സത്യമാണെന്ന് നീ എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരണമെന്നായിരുന്നു. അങ്ങനെ പരമും കൂട്ടുകാരും ചേർന്ന് ഡേറ്റിംഗ് ആപ്പ് മുഴുവൻ സെർച്ച് ചെയ്യുന്നു. ഒടുവിൽ പരമിന്റെ സോൾമേറ്റിനെ കാണിക്കുന്നത് കേരളയിലാണ്. പക്ഷേ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടെത്തുവാനായി നോക്കുമ്പോഴും അവൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ അക്കൗണ്ട് ഇല്ല. അങ്ങനെ പരമും കൂട്ടുകാരനും ആ പെൺകുട്ടിയുള്ള സ്ഥലമായ കേരളത്തിലേക്ക് എത്തുകയാണ്. അവിടെ അവളുടെ പഴയ തറവാട് ഹോം സ്റ്റേ ആക്കി നോക്കി നടത്തുകയാണ് ആ പെൺകുട്ടി. പിന്നീട് എന്തായി എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം.